ഈ XRനെ 14 Pro ആക്കാൻ പോവുകയാണ്. എന്നുവെച്ചാൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യും, എൻ്റെ ഈ ബോഡി ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് 14 Pro ലുക്കിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മാറാൻ പോകുന്ന സംഗതികൾ ഇത്രയാണ്. ഡിസ്പ്ലേ ഉണ്ട്, ഈ കണക്ടറുണ്ട്, പിന്നെ ഇതിൻ്റെ മെയിൻ 14 Pro ലുക്കിലേക്ക് വരുന്ന ഇതിൻ്റെ ബോഡി ഉണ്ട്. ഈ ബോഡി കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 2 ഡമ്മിയാണ് ക്യാമറ കാണുന്നത്. ഈ ക്യാമറയാണ് നമ്മളെ ഒറിജിനൽ XRൽ ഒറ്റ സിംഗിൾ ക്യാമറ ആണല്ലോ. പിന്നെ ഫ്ലാഷ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് കേബിൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിം ട്രൈ കാര്യങ്ങൾ, അതിൻ്റെ സ്വിച്ച്, സൈഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ക മാറിക്കഴിഞ്ഞാൽ പക്ക 14 Pro ലുക്കിലേക്ക് തന്നെ ഇത് വരും. സെറ്റിങ്സ് എടുത്ത് നേരെ പോകുന്നു, ജനറൽ എടുക്കുന്നു, എബൌട്ട് ഫോൺ XR, iPhone XR, സോഫ്റ്റ്വെയർ വെർഷന് IMEI ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് സംഭവം. ഇതേ സംഭവം തന്നെയല്ലേ നമ്മൾ അത് മാറിക്കഴിഞ്ഞതിന് ശേഷം കാണാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കഴിക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ XRനെ കംപ്ലീറ്റ് ആയിട്ട് 14 Pro ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് കാണാനുള്ള ഇപ്പോഴത്തെ രൂപം. സെറ്റ് ഓണാണ്. ഈ XR ഇതാ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചേഞ്ച് ചെയ്യേണ്ടിയിരുന്ന ഈ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയോണ്ട് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തു. ഇതിനകത്തുള്ള സാധനം ഇപ്പോൾ ചേഞ്ചായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ലുക്കാണ്. നല്ല ഗോൾഡ് കളറിലുള്ള iPhone 14 Pro ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫോണ്. പക്ഷേ നമ്മൾ സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഐഫോണിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരു രീതിയിലും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും പെർഫെക്റ്റാണ്, ക്ലിയറാണ്, നീറ്റാണ്. സൈഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം പക്ക ഓക്കെയാണ്. എല്ലാം വർക്കിംഗ് ആണ്. സൈലൻറ്റ് ബട്ടൺ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. വോളിയം മൈനസ് എല്ലാം ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടുത്തെ ഫ്ലാഷ്, പക്ഷേ എനിക്ക് ഇതിനകത്തൊരു ചെറിയൊരു അപാകത തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ഓണാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഈ ലൈറ്റ് മൊത്തത്തിൽ ബ്ലറായാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു സ്പേസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലൈറ്റ് ഫ്രണ്ടിലേക്ക് അടിക്കുന്ന രൂപത്തിലായാണ്. ഇതൊരു ചെറിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഒറിജിനൽ 14 Pro പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 14 Pro തന്നെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആകെ ചിലവ് വന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ, പിന്നെ ഇതിൻ്റെ ഈ ബോഡി, പിന്നെ കസ്റ്റമർക്ക് ഓൾമോസ്റ്റ് ഏകദേശം ചിലവ് വരുന്നത് ഒരു 1800 രൂപയുടെ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് മാറ്റിയത്. 1800 ഡിസ്പ്ലേയും ഇതിൻ്റെ ബോഡി, പിന്നെ ഈ ഫ്ലാഷിൻ്റെ ഈ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം കൂടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3200 രൂപയാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തെടുക്കുന്നതാണ് ഈ സാധനം. 3200 രൂപ ഇതിൻ്റെ ഈ ചിലവ്. 1800 രൂപ ഈ ഡിസ്പ്ലേ മാറ്റേണ്ടത് കൊണ്ടാണ് ഈ റേറ്റ് വന്നത്. ഡിസ്പ്ലേ മാറ്റുന്നില്ലെങ്കിൽ ഈ 3200 രൂപയും ചേഞ്ചിങ്ങിന് നമ്മൾ ഇതിന് ചാർജ് ഈടാക്കുന്നത് വെറും 1200 രൂപയാണ്. 1200 രൂപയ്ക്ക് നമ്മളിത് ചേഞ്ച് ചെയ്ത് ഏത് XR ഉള്ളവർക്കും XS ഉള്ളവർക്കും X ഉള്ളവർക്കും 11 ഉള്ള ആൾക്കാർക്കും ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ 11 ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. XR ഓർ X കയ്യിലുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യാം. 11 എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. 11 മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം മാറ്റാം. കോഴിക്കോട് ജില്ലയിൽ ഈങ്ങാപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള കടയാണ്. മൊബൈലി സർവീസ് സെൻ്റർ എന്നാണ് പേര്. എൻ്റെ പേര് ഫസൽ എന്നാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക. പിന്നെ വെറുതെ നിങ്ങൾ 7 ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ 6 ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചൊന്നും വെറുതെ വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 മോഡലേ ഉള്ളൂ. XR, X, XS, പിന്നെ 11. ഈ 3 ഫോണുകൾ നമുക്കിങ്ങനെ 14 Pro, 15 Pro ആക്കാൻ കഴിയും.